ഹലോ ഫ്രണ്ട്സ്, ആദ്യർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് കുറച്ച് മത്തൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്ത് ഒരു ചേച്ചിൻ്റെ വീട്ടിൽ മത്തൻ്റെ ഇല ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇന്നലെ കൊണ്ടുവന്നാണേ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി എടുക്കുക കേട്ടോ. ഇപ്പോൾ 2 പ്രാവശ്യം കഴുകി എടുത്തതാണ്. ഇനി ഒന്നും കൂടി ഒന്ന് കഴുകി എടുക്കുകയാണേ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒന്നും കൂടിയും കഴുകി എടുക്കുക കേട്ടോ. ഇനി നമ്മൾ മത്തൻ്റെ ഇല അരിഞ്ഞെടുക്കാനായിട്ട് പോവട്ടെ. കുറച്ച് എടുത്തിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് പോവണേ. തോരൻ വെക്കാനായിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ചെറുതാക്കി അരിഞ്ഞെടുക്കട്ടോ. അപ്പം എല്ലാം നമ്മൾ അരിഞ്ഞെടുക്കട്ടോ. ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ. എന്നിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കട്ടോ. ആ കടുകൊന്ന് പൊട്ടി തുടങ്ങിയതിൻ്റെ ശേഷം നമ്മൾ വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും വറ്റൽമുളകും കൂടി അരിഞ്ഞ് ചേർത്തെടുക്കണം. ഇനി അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച മത്തൻ്റെ ഇല ഇട്ടെടുക്കുകയാണ് കേട്ടോ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മളൊന്ന് ഇളക്കാതെ ഇലയിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇളക്കി ഒന്ന് ചൂട് തട്ടുമ്പോൾ ഇല ഒന്ന് ക്വാണ്ടിറ്റി ഒന്ന് കുറയും. അപ്പോൾ നമ്മൾ ഇത് ആദ്യത്തെ കണ്ടിട്ട് നമ്മൾ ഉപ്പ് ചേർക്കണേ ഉപ്പ് കൂടി പോകട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ തോരനാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഉപ്പുണ്ടോയെന്ന് നോക്കുക കേട്ടോ. നല്ല കിഡിലൻ ടേസ്റ്റാണ് നമ്മൾ മത്തൻ്റെ ഇല തോരൻ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് അടച്ച് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുപ്പ് തുറന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം.
ഇനി ഏറ്റവും മുകളിലായിട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആ ലാസ്റ്റ് ഒഴിച്ചെടുക്കുന്ന ആ വെളിച്ചെണ്ണേൻ്റെ കുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ആ ഒരു കിഡിലും ടേസ്റ്റ് തന്നെയാണ് അത്. അപ്പോൾ ഒന്നും കൂടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതാണ്. അപ്പോൾ ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മത്തൻ്റെ ഇല തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ